സന്ധ്യാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ പഴംപൊരി എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യമായിട്ട് 1 കപ്പ് മൈദാമാവ് എടുക്കുക. അതിനുശേഷം ഒരു 1/4 കപ്പ് വറുത്ത് പൊടിച്ച അരിപ്പൊടി എടുക്കുക. പുട്ടിൻ്റെ പൊടി ഉപയോഗിക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടിത് മിക്സ് ചെയ്യുക. നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് യോജിപ്പിക്കുക. കൈ വെച്ച് തന്നെ കുഴയ്ക്കാൻ ശ്രമിക്കണം. നന്നായിട്ട് കുഴച്ച് ഒരു ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. ഇവിടെ ഞാനത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം. അതിനുശേഷം ഒരു ഏത്തപ്പഴം, ഞാനൊരു 7 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് നീളത്തിലിങ്ങനെ 2ആയിട്ട് മുറിച്ചെടുക്കുക. അതിനുശേഷം പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. വെജിറ്റബിൾ ഓയിലായാലും പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ ആയാലും പ്രശ്നമില്ല. എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പം ഇതുപോലെ മാവിൽ ഓരോ കട്ട് ചെയ്ത് വെച്ച് ആ ഏത്തപ്പഴം ഓരോന്നായിട്ട് മുക്കി ഇങ്ങനെ എണ്ണയിൽ ഇട്ട് കൊടുക്കുക. നല്ലപോലെ മാവിൽ നന്നായിട്ട് മുക്കിയെടുക്കാൻ ശ്രമിക്കണം. നന്നായിട്ട് മാവ് നമ്മുടെ പഴത്തിൽ പിടിക്കണം. എന്നിട്ട് ഇത് ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്. മറു സൈഡൂടെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഇവിടെ എല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. നന്നായിട്ട് ഈ സൈഡും കൂടെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നല്ല ടേസ്റ്റിയും ഫ്ലഫി ആയിട്ടുള്ള പഴംപൊരി ഇതാണ്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണിതിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റും ഷെയറും ചെയ്യുക. പിന്നെ പുതിയതായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷനൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ടേക്ക് കെയർ. Bye.